അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അത് അത്യുന്നതമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ പഠനവും അതിൻ്റെ തേട്ടവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരെളുപ്പവഴിയാണ് എന്നതും സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ 10-30ഓളം നാമങ്ങൾ നമ്മളിതിനിടയിൽ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അസ്സയ്യിദ് എന്ന നാമത്തെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അസ്സയ്യിദ് എന്ന നാമം അത് അർത്ഥമാക്കുന്നതെന്ത്, അതിൻ്റെ തേട്ടമെന്ത്, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമെന്ത് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അസ്സയ്യിദ് എന്ന നാമം തിരുവചനങ്ങളിലാണ്, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെയാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നേതാവ് എന്നതാണ്. നേതാവ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഇവിടെ നേതാവ് എന്ന ഉദ്ദേശം അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിൻ്റെയും നേതാവാണ് അല്ലാഹു. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും പറയുന്നതാണ് അൽ ആലം, മാ സിവല്ലാ. അല്ലാഹു അല്ലാത്ത മുഴുവതിനെയും പറയുന്നതാണ് മാ സിവല്ല, അൽ ആലം, അൽ ആലം എന്ന് പറയുക. അപ്പോൾ ആ അൽ ആലമിൻ്റെ സയ്യിദാണ് അല്ലാഹു. അതുകൊണ്ടാണ് അസ്സയ്യിദ് എന്ന് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അസ്സയ്യിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ഈ ലോകത്തുള്ള മുഴുവതിൻ്റെയും നേതാവ് എന്ന അർത്ഥമാണ്. എന്നാൽ മറ്റു ചില നേതാക്കന്മാരെയും നമുക്ക് ഈ ദുനിയാവിൽ കാണാൻ പറ്റും. സൃഷ്ടികളിൽ നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ മനുഷ്യകുലത്തിൻ്റെ നേതാവിനെ കാണാൻ പറ്റും. ഒരു ചില ഗോത്രത്തിൻ്റെയും ചില നാടിൻ്റെയും ചില രാജ്യത്തിൻ്റെയും ചില ഭൂഖണ്ഡത്തിൻ്റെയും ഒക്കെയെല്ലാം നേതാക്കന്മാരെ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതുപോലെയാണോ അല്ലാഹു? അങ്ങനെ ഒരിക്കലുമല്ല. തിരുവചനത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ തന്നെ നമുക്കത് പ്രത്യേകമായി അറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരും. അതിൽ ഇവിടെ ബനു ആമിർ സംഘത്തോടൊപ്പം മഹാനായ അബ്ദുല്ലാഹിബ്നു ഷിഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഗോത്രത്തിൻ്റെ സംഘത്തോടൊപ്പം പോവുകയാണ്. അങ്ങനെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അൻത സയ്യിദുന, റസൂലെ താങ്കൾ ഞങ്ങളുടെ നേതാവാണ്. റസൂലെ താങ്കൾ ഞങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂല് മനുഷ്യകുലത്തിൻ്റെ നേതാവായിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്. റസൂല് പറയാണ്, ഖാല അസ്സയ്യിദുല്ലാഹു തബാറക വതആല, പരിശുദ്ധനായ അല്ലാഹുവാണ് അസ്സയ്യിദ്. എല്ലാത്തിൻ്റെയും നേതാവ് അത് അല്ലാഹുവാണ്, ഒരിക്കലും ഞാനല്ല. എല്ലാത്തിൻ്റെയും നേതാവ് അല്ലാഹുവാണ്. അപ്പോൾ കൂട്ടത്തിൽ വന്ന ആളുകൾ പറയുകയാണ്, വ അഫ്ളലുന വ അഅ്ളമുന തൗല, നേതൃസ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വിശിഷ്ടമായതും താങ്കളാണ്. ഇത് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്, ഖൂലൂ ബി ഖൗലിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളത് പറഞ്ഞുള്ളൂ. നിങ്ങളുടെ നാവാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. ഔ ബഅദി ഖൗലിക്കും, നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ എന്തായാലും പറഞ്ഞുകൊള്ളൂ. വലാ യസ്തജ്രിയന്നകും ശൈത്താൻ, നിങ്ങളെ പിശാച് പിടിപെടാതിരിക്കട്ടെ എന്ന് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ തുടങ്ങി വെച്ചെന്തിനാ? അസ്സയ്യിദ് എന്ന നാമം റസൂലിന് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ്. അൻത സയ്യിദുന, ഞങ്ങളുടെ നേതാവാണ് റസൂലെ താങ്കളെന്ന് പറഞ്ഞപ്പോഴാണ് ഈ തിരുത്തലുകൾ വന്നത്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന മുഹമ്മദ് ബിൻ അബ്ദില്ലാ, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദൻ. എന്നിട്ട് വീണ്ടും പറയുന്നു, അബ്ദുല്ലാഹ് വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വയം പറയുകയാണ്. അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. മാ ഉഹിബ്ബു അൻ തർഫഉനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ സ്ഥാനം എന്താണോ ആ സ്ഥാനം എനിക്ക് നൽകുക, അതിനപ്പുറം നിങ്ങൾ എന്നെ ഉയർത്തരുത്, പുകഴ്ത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിലൂടെ രണ്ട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, അൻത സയ്യിദുന എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ സയ്യിദ് ആരാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അസ്-സയ്യിദ് അത് അള്ളാഹുവാണ്. ഈ ഹദീസിലാണ് അള്ളാഹുവിന് അസ്-സയ്യിദ് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അസ്-സയ്യിദ് എന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തിൻ്റെ മൊത്തം സയ്യിദായിട്ടുള്ളവൻ, ഈ ലോകത്തുള്ള ആലമിൻ്റെ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും സയ്യിദായിട്ടുള്ളവൻ, നേതാവായിട്ടുള്ളവൻ അത് അള്ളാഹുവാണ്, അസ്-സയ്യിദായ അള്ളാഹുവാണ്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ സ്ഥാനമുണ്ട്. അബ്ദുല്ലാഹ് വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയുമാണ് അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. ഇതിനപ്പുറം നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, വാഴ്ത്തരുത് എന്നാണ്. നിങ്ങളങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി എന്നെ അള്ളാഹു വച്ച ആ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എന്നെ ഉയർത്തരുത് എന്ന് പറയുന്നു. അപ്പോൾ ഓവറായിട്ടുള്ള ഒരു പുകഴ്ത്തലും വാഴ്ത്തലും മദ്ഹ് പറയലും അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രവാചകനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട് എന്നത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതൊരിക്കലും പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറയുന്നു, അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ മാലകളിൽ മൗലൂദുകളിൽ ഓതുന്നത് അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ അങ്ങയുടെ അടിമയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പാടി പുകഴ്ത്തി പ്രവാചകനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട് എന്നത് വളരെ ഖേദകരമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അസ്-സയ്യിദാൻ, മാ സിവല്ലാഹ്, അൽ ആലമിൻ്റെ സയ്യിദ് അള്ളാഹുവാൻ, ലോകങ്ങളുടെ സയ്യിദ് അത് അള്ളാഹുവാൻ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സ്ഥാനങ്ങൾ, ചില മാനങ്ങൾ ഈ ദുനിയാവിലുള്ള സൃഷ്ടികൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന സയ്യിദു വലദി ആദം വലാ ഫഖർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ആദം സന്തതികളിൽ നേതാവാണ്. മനുഷ്യകുലത്തിൻ്റെ നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നാളെ പരലോകത്ത് തിരിച്ചറിയും. നാളെ പരലോകത്ത് വിചാരണക്കെടുക്കാൻ വേണ്ടി വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് ഓരോ സമുദായത്തിൻ്റെ ആളുകളും തങ്ങളുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരിലേക്ക് പോകുമ്പോൾ അവരെല്ലാം കൈയൊഴിയും. അങ്ങനെ ഓരോ പ്രവാചകന്മാരിലേക്ക് ഇങ്ങനെ ചെന്ന് അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമെന്നാണ്. ദീർഘകാലം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണീക്കാൻ പറയുകയും അവിടെ നിന്ന് ശുപാർശ തേടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. എന്താണോ നിനക്ക് ആവശ്യം അത് നീ ചോദിച്ചു കൊള്ളുക, ശുപാർശ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ മാത്രമേ പ്രവാചകന് പോലും ശുപാർശ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന് ഇഷ്ടമുള്ള ആളുകളെ ശുപാർശ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ബഖറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടാകണം.
അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ടി നേതാവായി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ മുന്നിൽ കിടന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെയാണ് അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ആദം സന്തതികളുടെ നേതാവാണ് ഞാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പറയുകയും ശേഷം വലാ ഫഖർ, എനിക്കതിൽ അഹങ്കാരം നടിക്കേണ്ടതില്ല, എനിക്കതിൽ ഫഖർ നടിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് പ്രവാചകൻ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്. പക്ഷേ ആ പ്രവാചകൻ അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ അടിമ കൂടിയാണ്. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ നേതാവ് പ്രവാചകനായിരിക്കെ ആ പ്രവാചകൻ പോലും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ നേതാവ് എന്നത് അസ്സയ്യിദ്, അത് അള്ളാഹു മാത്രമാണ്. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്ത് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു നാട്ടിൻ്റെ നേതാവായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേതാവായിക്കൊണ്ട്, ഒരു രാജ്യത്തിൻ്റെ നേതാവായിക്കൊണ്ട് ചില ആളുകളെ നേതാവായി സയ്യിദായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതായി മാറിക്കൊണ്ടേയിരിക്കും. ഇന്നോ നേതാവായവൻ ഒരുപക്ഷെ 3 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് വേറൊരാൾ നേതാവായി വരും, സയ്യിദായി വരും. പക്ഷേ അള്ളാഹുവിൻ്റെ അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അതിജയിക്കാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല, അതിന് കഴിയുകയുമില്ല എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ സ്ത്രീകളിൽ നേതാവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ സ്വർഗത്തിലെ ചെറുപ്പക്കാരിൽ നേതാവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർ സയ്യിദാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ദുനിയാവിൽ ചില സയ്യിദന്മാരുണ്ട്, പക്ഷേ അള്ളാഹുവാണ് അസ്സയ്യിദ്, അവനാണ് യഥാർത്ഥ സയ്യിദായിട്ടുള്ളവൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ദുനിയാവിലെ സയ്യിദന്മാർ, നേതാക്കന്മാർ, അവർ അശക്തരാണ്, പൂർണ്ണരല്ല. അവർക്ക് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, സഹായങ്ങൾ വേണ്ടിവരും. അവരുടെ ഭരണാധികാരം അല്ലെങ്കിൽ നേതൃസ്ഥാനം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. അവർ മരിക്കുന്നവരുമാണ്. എന്നാൽ അള്ളാഹു അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മറ്റൊരാളുടെയും ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ നേതൃസ്ഥാനം എന്നും നിലനിൽക്കുന്നവനാണ്. ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ നേതൃസ്ഥാനം എന്നും നിലനിൽക്കുന്നതാണ്. മറ്റൊരാളിൻ്റെയും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണനുമാണ്. അവൻ്റെ നേതൃസ്ഥാനത്തിലും അവൻ്റെ കൈകാര്യ കർത്തവ്യങ്ങളിലും അള്ളാഹു പൂർണ്ണനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. സൃഷ്ടികൾ അപൂർണരാണ്, അള്ളാഹു പൂർണ്ണനാണ് എന്നതും നമ്മൾ ഈ അസ്സയ്യിദ് എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.